നിങ്ങൾ കള്ളുകൂടി നിർത്താതെ ഞാൻ ഇനി ഇങ്ങോട്ടില്ല. അച്ഛനോട് വഴക്കൂടി ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് അമ്മ പറഞ്ഞത് അമൃത കേട്ടിരുന്നു. രാവിലെ വിളിച്ചപ്പോഴും അമ്മ വാശിയിലാണ്. രാവിലെ കുളിച്ച് പുറത്തോട്ട് പോകുന്ന അച്ഛൻ വൈകുന്നേരം എന്നും മദ്യപിച്ചാണ് വരുന്നത്. അമ്മയുടെ വഴക്ക് കൂടുന്നതാണ് പിന്നെ പ്രധാന ഹോബി. രണ്ടുപേരും വഴക്ക് തുടങ്ങിയാൽ അമൃത മുറിയിൽ കയറി കഥ കടയ്ക്കും. അല്ലെങ്കിൽ രണ്ടും കൂടി അവളുടെ അടുത്തേക്ക് വരും. പിന്നെ അവളുടെ മുന്നിൽ നിന്നായിരിക്കും വാഗ്വാദം. ആരുടെയെങ്കിലും പക്ഷം പിടിച്ചാൽ പിന്നെ അത് മതി, കരച്ചിലായി ബഹളമായി. ഇന്നലെ വൈകിട്ടും അച്ഛൻ മദ്യപിച്ചാണ് വന്നത്. പക്ഷേ അമ്മ ഇറങ്ങിപ്പോകുമെന്ന് അവൾ കരുതിയില്ല. അവൾ തടയാനൊന്നും നിന്നില്ല. അച്ഛൻ കുറച്ച് ഓവറാണെന്ന് അവൾക്കറിയാം. കൂട്ടുകാരാണ് അച്ഛനെ വഷളാക്കുന്നത്. അച്ഛന് കുറേ കൂട്ടുകാരുണ്ട്. അവൾ അച്ഛൻ്റെ മുറിയിലേക്ക് എത്തി നോക്കി. അമ്മയെ വിളിക്കുന്നില്ലേ അവൾ ചോദിച്ചു. അമ്മ ഇറങ്ങിപ്പോയ കാര്യം അപ്പോഴാണ് അച്ഛൻ അറിയുന്നത്. രാത്രിയിലെ കാര്യങ്ങളൊന്നും പാവത്തിന് ഓർമ്മയില്ല. അമ്മ ഇറങ്ങിപ്പോയെന്നറിഞ്ഞപ്പോൾ അച്ഛനും വാശിയായി. കുടിക്കാനൊരു കാരണവുമായി. അച്ഛൻ ഓഫീസിലേക്ക് വിളിച്ച ലീവ് പറയുന്നത് അവൾ കേട്ടു. പിന്നെ കൂട്ടുകാരെ വിളിക്കുന്നതും കേട്ടു. അരമണിക്കൂർ കഴിഞ്ഞില്ല ആദ്യത്തെ ആളെത്തി, അശോകൻ. അച്ഛൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അശോകനാണ്. അശോകനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഭാര്യയ്ക്ക് ജോലിയുണ്ട്. വീട് അവൾ നോക്കിക്കൊള്ളുമെന്നാണ് അശോകൻ പറയുന്നത്. പെണ്ണുങ്ങളുടെ മുന്നിൽ തോറ്റു കൊടുത്താൽ പിന്നെ നമുക്ക് ഒരു വിലയും കാണില്ല, അശോകൻ അച്ഛനോട് പറയുന്നത് അവൾ കേട്ടു. അവൾ അച്ഛൻ്റെ മുറിയിലേക്ക് എത്തി നോക്കി. രണ്ടുപേരും കുപ്പി പൊട്ടി ചടി തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ കൂട്ടുകാരുടെ നിയന്ത്രണത്തിലാണെന്ന് അവൾക്കറിയാം. അമ്മ പറഞ്ഞാലൊന്നും അച്ഛൻ കേൾക്കില്ല. കൂട്ടുകാർ പറയുന്നതാണ് ആപ്തവാക്യം. എന്നാലും അവൾ പറയുന്നത് കുറച്ചൊക്കെ കേൾക്കും. എന്നാലും കുടിക്കരുതെന്ന് പറഞ്ഞാൽ അനുസരിക്കില്ല. അധികം കൂട്ടുകാരനും ഇല്ലാതിരുന്ന കാലത്ത് അമ്മയും അവളുമായിരുന്നു അച്ഛൻ്റെ ലോകം. അവൾ അമ്മയെ വീണ്ടും വിളിച്ചു. അമ്മ വാശിയിലാണ്. അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്കറിയാം. മോളെ, കുറച്ച് തണുത്ത വെള്ളം, അച്ഛനെ വിളിച്ചു പറയുന്ന അവൾ കേട്ടു. അച്ഛൻ്റെ ശബ്ദം കുഴയാൻ തുടങ്ങിയിട്ടുണ്ട്. അവളത് മൈൻഡ് ചെയ്തില്ല. അല്പം കഴിഞ്ഞപ്പോൾ ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ടു. അവൾ നോക്കിയപ്പോൾ അശോകനാണ്. അശോകനെ പുകച്ച് പുറത്ത് ചാടിച്ചാൽ പകുതി പ്രശ്നങ്ങൾ ഒഴിവാക്കുമെന്ന് അവൾക്കറിയാം. എന്താ അശോകേട്ടാ, അവൾ ചോദിച്ചു. കുറച്ച് തണുത്ത വെള്ളം, പിന്നെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുത്ത മോളെ, അശോകൻ പറഞ്ഞു. അവൾ പെട്ടെന്നെല്ലാം എടുത്തു കൊടുത്തു. മോളും അച്ഛന് സപ്പോർട്ടാണല്ലേ, പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം, അശോകൻ പറഞ്ഞു. അവൾ നാണത്തോടെ അശോകനെ നോക്കി. അശോകേട്ടനായതുകൊണ്ടാണ്, വേറെ പലരായിരുന്നെങ്കിൽ ഞാൻ ഓടിച്ചേനെ, നാണത്തോടെ അവൾ പറഞ്ഞു. അശോകൻ്റെ കണ്ണുകൾ തിളങ്ങുന്ന അവൾ കണ്ടു. അവൻ അവളെ അടിമുടി നോക്കി. പാവാടയും ടോപ്പാണ് വേഷം. അവൾക്ക് പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുണ്ട്. അവളുടെ അമ്മ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അശോകൻ അകത്തേക്ക് പോലും വരില്ല. അച്ഛൻ്റെ കൂടെ ഇരിക്കും. അല്ലെങ്കിൽ അമ്മയുടെ ചീത്ത കേൾക്കേണ്ടി വരുമെന്ന് അശോകനറിയാം. എന്തൊരു നോട്ടമ്മ, എന്നെ ആദ്യം കാണുവാണോ, നാണത്തോടെ അവൾ ചോദിച്ചു. പെട്ടെന്ന് ആ നോട്ടം പിൻവലിച്ചു. നിൻ്റെ അച്ഛൻ്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് വിളിച്ചപ്പോഴേ വന്നത്, അശോകൻ പറഞ്ഞു. അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ, അങ്ങനെയാണ് എനിക്ക് അശോകനെ ഇഷ്ടമായത്, അവൾ മന്ത്രിച്ചു. അശോകൻ വിശ്വാസം വരാതെ അവളെ നോക്കി. അശോക, അച്ഛൻ വിളിക്കുന്നത് കേട്ടു. അശോകൻ അവളെ അടിമുടിയൊന്ന് നോക്കിയിട്ട് വേഗത്തിൽ നടന്നുപോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അശോകൻ വീണ്ടും വന്നു. മോളെ, തൊട്ടുകൂട്ടാൻ വല്ലതുണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുത്തോ, അശോകൻ പറഞ്ഞു. അവൾ പുറത്തേക്ക് വന്നപ്പോൾ അശോകൻ്റെ കണ്ണുകളിലെ തിളക്കം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അവൾ അച്ചാർ കുപ്പി എടുത്ത് കൊടുത്തപ്പോൾ അശോകൻ്റെ കൈവിരലിൽ മെല്ലെ ഒന്ന് തൊട്ടു. അവൻ കുസൃതിച്ചിരിയോടെ അവളെ നോക്കി. നിൻ്റെ മനസ്സിൽ ഇങ്ങനൊരു വിചാരമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു, അശോകൻ പറഞ്ഞു. അമ്മയുടെ ഉള്ളപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും പെരുമാറാൻ പറ്റില്ലല്ലോ, നാണത്തോടെ അവൾ പറഞ്ഞു. അതോടെ അശോകന് ധൈര്യമായി. അവൻ അവളുടെ കയ്യിൽ തലോടി. അവൾ നാണിച്ചു നിന്നു. അശോക, അച്ഛൻ്റെ കുഴഞ്ഞ ശബ്ദം അവൾ കേട്ടു. അശോകൻ ഓടിപ്പോയി. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. അത് അവളെ കാണാനുള്ള വരവായിരുന്നു. അവൻ്റെ നോട്ടം കണ്ടപ്പോൾ അവൾ നാണം അഭിനയിച്ചു. സ്വീകരണ മുറിയിലെ CCTVയിലൂടെ അശോകനകത്തേക്ക് വരുന്നതും പോകുന്നതും എല്ലാം അമ്മ കാണുന്നുണ്ടെന്ന് അവൾക്കറിയാം. പക്ഷേ അടുക്കളയിൽ മാത്രം CCTV ഇല്ല. അതായിരുന്നു അവളുടെ ധൈര്യം. അമ്മ അധികം വൈകാതെ ഇങ്ങോട്ട് പറന്നു വരുമെന്ന് അവൾക്കറിയാം. ഞാനിവിടെ തനിച്ചാണെന്ന് അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ തന്നെ അമ്മ അവളെ 4-5 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞു. അശോകൻ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാമെന്നാണ് അവൾ കരുതിയത്. പക്ഷെ അവൻ്റെ തലോടലിൽ അവൾ ഒരു നിമിഷം മയങ്ങിപ്പോയി. പാവാടത്തും പൊലിയുന്നത് അവൾ അറിഞ്ഞു. അവനെ തടയാൻ അവൾക്ക് തോന്നിയില്ല. അവൻ തിരമാല പോലെ അവളെ കീഴടക്കി. താനും ഇതെല്ലാം ആഗ്രഹിച്ചിരുന്നുവെന്ന് അപ്പോഴാണ് അവൾ അറിയുന്നത്. അമ്മ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു ചിന്ത പോലും മനസ്സിലുണ്ടാവില്ലെന്ന് അവൾക്കറിയാം. അശോകൻ കിതപ്പോടെ അവളെ നോക്കി. എന്നിട്ട് പുറത്തേക്ക് പോയി. അവൾ മുറിയിലെത്തി കണ്ണാടിയുടെ മുന്നിൽ നിന്നു. കഴിഞ്ഞുപോയ നിമിഷങ്ങളുടെ ലഹരിയിലായിരുന്നു അവൾ. ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. പിന്നാലെ അമ്മ കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് വന്നു. അവളെ കണ്ടപ്പോൾ അമ്മയ്ക്ക് സമാധാനമായി. അമ്മ അതേ വേഗതയിൽ പുറത്തേക്ക് പോയി. പിന്നാലെ അശോകേട്ടൻ്റെ നിലവിളി കേട്ടു. അവൾ ജനാലയിലൂടെ നോക്കി. അമ്മ ചൂലുകൊണ്ടാണ് അശോകനെ അടിച്ചത്. അച്ഛൻ കസേരയിൽ ബോധമില്ലാതെ കിടപ്പുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നാൽ നിൻ്റെ കാലിയാൻ തല്ലി ഓടിക്കും, അമ്മ പറയുന്ന അവൾ കേട്ടു. അശോകൻ ജീവനും കൊണ്ട് ഓടി. പിന്നെ കൂട്ടുകാരൊന്നും അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. അച്ഛനെ കാണുമ്പോൾ അവർ വഴിമാറി നടക്കും. അശോകൻ പറഞ്ഞ എല്ലാവരും വിവരം പറഞ്ഞു. അതാണ് കാരണം. 2-3 ദിവസം അച്ഛൻ പിണക്കത്തിലായിരുന്നു. കൂട്ടുകാരെല്ലാം മാറി മാറി വിളിച്ചു. ആരും വന്നില്ല. ഒടുവിൽ അച്ഛൻ കീഴടങ്ങി. ഇപ്പോൾ അവളും അമ്മയുമാണ് അച്ഛൻ്റെ ലോകം. അവളുടെ മനസ്സിൽ ചെറിയൊരു നഷ്ടബോധമുണ്ട്. അശോകേട്ടൻ സൂപ്പറാണെന്ന് അവൾക്കറിയാം. എങ്കിലും അവൾക്കതിലും പ്രിയപ്പെട്ടവരാണ് അച്ഛനും അമ്മയും. അതുകൊണ്ട് അവൾ അശോകേട്ടനെ മറന്നു. അവളുടെ ജീവിതം വീണ്ടും ശാന്തമായി ഒഴുകാൻ തുടങ്ങി.